മുംബൈയിലെ ബോറിവാലി റെയിൽവേ സ്റ്റേഷനിലെ സ്കൈവാക്കിലാണ് രാത്രി ഏറെ വൈകി തെരുവ് നായകളിലെ ഒരാൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നത്. ക്യാമറയിൽ പകർത്തിയത് പ്രകൃതിയുടെ ക്രൂരമായ പ്രവൃത്തി വീഡിയോയിൽ പകർത്തുകയും സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ആഘോഷിക്കപ്പെടുകയും അല്ലെങ്കിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആളൊഴിഞ്ഞ മേൽപ്പാലത്തിൽ യുവാവ് നായയുമായി ക്രൂരതയിൽ ഏർപ്പെടുന്നത് വീഡിയോയിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ബുധനാഴ്ച അതായത് ജനുവരി 29-ന് ബോറിവാലി സ്റ്റേഷൻ മേൽപ്പാലത്തിലാണ് സംഭവം നടക്കുന്നത്. പാലത്തിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു തെരുവ് നായയെ ഒരാൾ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. നായയെ ബലാത്സംഗം ചെയ്യുന്നതിനിടയിൽ വീഡിയോ പകർത്തുന്നയാൾ പ്രതിയെ ചോദ്യം ചെയ്യുന്നതും കാണാം. ക്യാ കർ രഹാ ഹെ എന്ന് അദ്ദേഹം വീഡിയോയിൽ പ്രതിയോട് ചോദിച്ചു, അതായത് നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന്. അപ്പോൾ തന്നെ പ്രതി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. വീഡിയോ പകർത്തുന്നുണ്ടായിരുന്ന ആൾ ഇയാളുടെ ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതിനിടയിൽ കുറച്ചു ദൂരം പിന്തുടരുകയും പ്രതി പിന്നീട് നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതോടെ വീഡിയോ അവസാനിക്കുകയും ചെയ്യും. സ്ട്രീറ്റ് ഡോഗ് ഓഫ് ബോംബെ എന്ന അനിമൽ ആക്ടിവിസ്റ്റ് അക്കൗണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത്. 2025 ജനുവരി 29-ന് പുലർച്ചെ 3 മണിയോടെ മുംബൈയിലെ ബോറിവാലി സ്റ്റേഷൻ ഫ്ലൈ ഓവറിന് സമീപം മൃഗപീഡനത്തിന്റെ ഹൃദയഭേദകമായ ഒരു കേസ് നടന്നു. അവിടെ ഒരു നായയെ സങ്കല്പിക്കാനാവാത്ത ക്രൂരതയ്ക്ക് ഇരയാക്കിയിരിക്കുകയാണ്. അത്തരം ക്രൂരതയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്തത്. പോസ്റ്റ് ഇങ്ങനെ തുടർന്നു: ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഈ സംഭവത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരിക. നമുക്കൊരുമിച്ച് മൃഗപീഡനത്തിനെതിരെ നിലകൊള്ളുകയും എല്ലാ ജീവജാലങ്ങൾക്കും സുരക്ഷിതമായ ഒരു ലോകത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യാം. സംസാരിക്കുക, അവബോധം പ്രചരിപ്പിക്കുക, സഹായിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ ബന്ധപ്പെടുക എന്ന് കുറിക്കുന്നു. മൃഗത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം റീച്ച് ആവുകയും ചെയ്തു. നിരപരാധിയായ മൃഗത്തോട് അപമര്യാദയായി പെരുമാറിയ മനുഷ്യനെതിരെ കർശന നടപടികൾ എടുക്കണമെന്ന് മൃഗസ്നേഹികളും മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ മൃഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ആവശ്യപ്പെടും.